So welcome back to our channel. So നമുക്ക് DBMS ന്റെ module 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് DBMS അതായത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ CST 204 എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 2 ലെ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് റിലേഷണൽ മോഡൽ ആണ്. സോ നമ്മൾ മൊഡ്യൂൾ 1 ൽ മെയിൻലി ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു, പിന്നെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതേപോലെ കുറേ ആർക്കിടെക്ചർ പഠിച്ചു, ഡേറ്റാബേസിൻ്റെ കാര്യങ്ങളിൽ ആർക്കിടെക്ചർ പഠിച്ചു. അങ്ങനത്തെ കാര്യങ്ങളാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത്. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ മോഡൽസ് ആണ്, റിലേഷണൽ മോഡൽസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് റിലേഷണൽ മോഡൽ നമുക്ക് നോക്കാം. The relational model for the database management system is a data model based on set theory. So relational model എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ സെറ്റ് തിയറി ബേസ് ചെയ്താണ് റിലേഷണൽ മോഡൽ ഉള്ളത്. അതായത് സെറ്റ് തിയറിയുടെ ഡേറ്റാ മോഡൽ അനുസരിച്ചായിരിക്കും റിലേഷണൽ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. It was introduced by Edgar F. Codd of IBM Research in 1970. 1970 Edgar F. Codd ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The fundamental assumption of the relational model is that all data represents mathematical n relation. So നമ്മൾ ഈ റിലേഷണൽ മോഡലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് n array മാത്തമാറ്റിക്കലി അത് n array റിലേഷൻസ് ബേസ് ചെയ്താണ്. ഈ n array റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് n സെറ്റ്. n സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൻ്റെ സബ്സെറ്റ് ആണ് ഈ n array റിലേഷൻ. Okay, so this is the collection of tables which is assigned a unique name. A row in the table represents a relationship among a set of values. ഇനി നമുക്ക് ഒരു റിലേഷണൽ ഡേറ്റാബേസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു അക്കൗണ്ട് റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് എ റിലേഷണൽ ഡേറ്റാബേസ്. ഇവിടെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞൊരു കൊടുത്തിട്ടുണ്ട് ഹെഡിങ്, അതേപോലെ ബ്രാഞ്ച് നെയിം എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, ബാലൻസ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. സോ മൊത്തത്തിൽ ഇവിടെ 3 കോളവും കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്ട്രക്ചർ ബേസ് ചെയ്ത് ഒരു റിലേഷണൽ ഡേറ്റാബേസിൽ എന്തൊക്കെ കാര്യങ്ങളായിട്ട് മെയിൻലി അതിൻ്റെ കമ്പോണൻസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകണം. സോ മെയിൻലി ഇങ്ങനത്തെ ഒരു ഡേറ്റാബേസിൽ ഫസ്റ്റ് ഉള്ള ടൂപ്പിൾസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ടൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദ റോസ് ഇൻ ദ റിലേഷൻ ആർ കോൾഡ് ടൂപ്പിൾസ്. അതായത് ഈ ഒരു ഇതൊരു റിലേഷനാണല്ലോ, ഇതൊരു അക്കൗണ്ട് റിലേഷനാണ്. ഈ എക്സാമ്പിളാണെന്ന് പറയുന്നത്. ഈ അക്കൗണ്ട് റിലേഷനിലെ റോസ്, അതായത് ഇവിടെ പറയുന്നത് ഈ A110 A100 A22 ഈ ഒരു ഇതുണ്ടല്ലോ, ഈ റോസ് ആണ് എന്ത് ടൂപ്പിൾസ്. ഇതിനെന്തെന്ന് പറയും? ടൂപ്പിൾസ് എന്ന് പറയും. ഇതെന്ന് പറയും ടൂപ്പിൾസ്. ദ റോസ് ഇൻ ദ റിലേഷനിലെ റോസിനെ പറയുന്ന പേരാണ് ടൂപ്പിൾസ്. സോ ടൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൽ പറയുന്ന വാക്കാണ് ഈ റോസിനെ ടൂപ്പിൾസ് എന്നാണ് പറയുന്നത്. ഈച്ച് റോ കൺസിസ്റ്റ് ഓഫ് എ സീക്വൻസ് വാല്യൂ. ഈച്ച് റോയിലും ഒരു സീക്വൻസ് ഓഫ് വാല്യൂ ഓൺ 1 ഫോർ ഈച്ച് കോളം ഇൻ ദ ടേബിൾ. ഓരോ കോളത്തിന് ഓരോരോ വാല്യൂ വെച്ച് അസൈൻ ചെയ്യുന്നു. ഇൻ അഡീഷൻ ഈച്ച് റോ ഇൻ എ ടേബിൾ മസ്റ്റ് ബി യുണീക്ക്. അതേപോലെ ഓരോ റോയിലുള്ള ടേബിളിൽ ഓരോ റോയും യുണീക്ക് ആയിരിക്കും, കാരണം ഒരേപോലെ വരാൻ സാധ്യതയില്ല. ഓക്കെ, യുണീക്ക് ആയിരിക്കും. നെക്സ്റ്റ് പഠിക്കാനുള്ള ആട്രിബ്യൂട്ട്സ് എന്താണ്. സോ ആട്രിബ്യൂട്ട്സ് എന്നത് കോളം ഇൻ എ റിലേഷൻ ഇസ് കോൾഡ്. അപ്പോൾ നമ്മൾ റോ എന്താണെന്ന് പഠിച്ചു. റിലേഷൻ ഡേറ്റാബേസിൽ റോ എന്ന് പറഞ്ഞാൽ ടൂപ്പിൾസ് എന്നും കോളം ഇൻ എ റിലേഷൻ എന്തെന്ന് പറയും? ആട്രിബ്യൂട്ട്സ് എന്നും പറയും. സോ നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കോളത്തെയാണ്. അതായത് ഈ അക്കൗണ്ട് നെയിം, ബ്രാഞ്ച് നെയിം, ബാലൻസ്, ഇതൊക്കെ എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. സോ ഇതിനൊക്കെ എന്തെന്ന് പറയും? ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. So these are called the attributes. The column in a relation are called attributes. Okay. The attributes represent the characteristics of an entity. ഒരു എൻറ്റിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഡൊമൈൻ ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഡൊമൈൻ ഫോർ ഈച്ച് ആട്രിബ്യൂട്ട് ദർ ഇസ് എ സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് കോൾഡ് ഡൊമൈൻ. അതായത് ഓരോ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിന് ഒരു സെറ്റ് ഓഫ് പെർമിറ്റഡ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂസിനെ പറയുന്ന പേരാണ് ഈ ഡൊമൈൻ. ഇനി നമുക്ക് നോക്കാനുള്ള റിലേഷണൽ സ്കീമ അല്ലെങ്കിൽ റിലേഷൻ ഇന്റേൺഷിപ്പ്. റിലേഷൻ സ്കീമ ആർ ഡിനോട്ടഡ് ബൈ ആർ ഓഫ് A1 A2 up to AN ഈസ് മേഡ് അപ്പ് ഓഫ് ദ റിലേഷൻ നെയിം ആർ ആൻഡ് എ ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടില്ലേ, അതായത് ആർ ബ്രാക്കറ്റിൽ A1, A3, up to AN. അതായത് ഇത് ഒരു റിലേഷനാണ്. ഈ റിലേഷനിൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റിലേഷൻ്റെ പേരാണ് ഈ ആർ. അതുപോലെ A1 A3 up to AN എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, ആട്രിബ്യൂട്ട്സ് ആണ് ഈ കോളത്തിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ആ റിലേഷൻ നെയിമാണ് ആർ. അതേപോലെ അതിൻ്റെ ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് A1 A2 up to AN. ഈച്ച് ആട്രിബ്യൂട്ട് AI
is the name of the role played by the sum domain D in the relation scheme R. D is called the domain of AA and is denoted by dom AA. A relation schema is used to describe a relation. Mainly ഒരു relation schema എന്താണെന്ന് ചോദിച്ചാൽ ഒരു റിലേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും ഒരു റിലേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയുന്ന പേരാണ് റിലേഷൻ സ്കീമ. ആർ ഈസ് കോൾഡ് നെയിം ഓഫ് ദ റിലേഷൻ. ഞാൻ പറഞ്ഞില്ലേ ആ റിലേഷൻ്റെ നെയിമിനെ പറയണതാണ് ആർ. ഓക്കെ, സോ അതെങ്ങനെ റിലേഷൻ സ്കീമ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു ചോദിച്ച് ഞാൻ നേരത്തെ കാണിച്ചുള്ള ബ്രാക്കറ്റിൽ ആട്രിബ്യൂട്ട്സ് എഴുതിയിരിക്കും റിലേഷൻ സ്കീമ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ അതാ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് നെയിം, ബ്രാഞ്ച് നെയിം, ബാലൻസ്. അക്കൗണ്ടാണ് ഇവിടുത്തെ എന്ത് റിലേഷൻ നെയിം. ബാക്കിയുള്ള ഈ അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച് നെയിം, ബാലൻസ് ഒക്കെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഓക്കെ, ഇനി പഠിക്കാനുള്ള ഡിഗ്രി ഓഫ് എ റിലേഷൻ. ഒരു റിലേഷൻ്റെ ഡിഗ്രി എന്താണെന്നാണ് പഠിക്കാനുള്ളത്. ഇസ് ദ നമ്പർ ഓഫ് ദ ആട്രിബ്യൂട്ട്സ് ഇൻ ദ റിലേഷൻ. റിലേഷൻ്റെ ഒരു ഡിഗ്രി കണ്ടുപിടിക്കുക എന്നാൽ അതിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ആ ആട്രിബ്യൂട്ട്സിൻ്റെ ടോട്ടൽ നമ്പറാണ് ആ റിലേഷൻ്റെ ഡിഗ്രി. ദിസ് ഈസ് ഓൾസോ കാൾഡ് അരിറ്റി ഓഫ് ദ റിലേഷൻ എന്നും പറയും. സോ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കിയില്ലേ, ആ എക്സാമ്പിളിൽ എത്ര ഡിഗ്രി നമുക്ക് നോക്കാൻ പറ്റും. നോക്കി നോക്ക്. ഇപ്പോൾ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? 3 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 3 ആയിരിക്കും. ആ ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ആ ഡിഗ്രി ഓഫ് ദ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so the degree of the relation is the number of attributes in the relation. This is all called the arity of the relation. ഇനി കീ എന്താണെന്ന് പഠിക്കുന്നത്. കീ ഈസ് യൂസ്ഡ് ടു യൂണിക്ലി ഐഡൻറ്റിഫൈ ദ ടൂപ്പിൾസ് ഓഫ് എ റിലേഷൻ. ഒരു റിലേഷനിലെ ടൂപ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാണ് കീ യൂസ് ചെയ്യണം. അതായത് നമുക്ക് കീ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് ഇനി പഠിക്കും. സോ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എന്താണ് കീ എന്ന് മാത്രം പറയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. സോ കീ എന്ന് പറഞ്ഞാൽ കീ ഈസ് യൂസ്ഡ് ടു യൂണിക്ലി ഐഡൻറ്റിഫൈ ദ ടൂപ്പിൾസ്. അതായത് ടൂപ്പിൾസ് നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഈ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ടൂപ്പിൾസ് യുണീക്ക് ആയിരിക്കണം എന്നാൽ നമുക്ക് റിലേഷൻ നോക്കുമ്പോൾ ശരിയാവുള്ളൂ. സോ ഇവിടെ നോക്കൂ, ഇവിടുത്തെ എല്ലാം ഓക്കെയാണ്, യുണീക്ക് നമ്പേഴ്സാണ് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഈ ബാലൻസിങ് നമ്പേഴ്സ് വന്നിട്ട് യുണീക്ക് അല്ല, കാരണം കുറച്ച് ഇതിൽ യുണീക്ക് ആണല്ലേ. ഇപ്പോൾ ഇവിടെ 500, ഇവിടെയും 500 വന്നാൽ എന്തായിരിക്കും? യുണീക്ക് ആണോ? അല്ല. അതേപോലെ നോക്കുക, ബ്രാഞ്ച് നെയിം വന്നിട്ട് യുണീക്ക് അല്ല. നിങ്ങളെല്ലാം നോക്കണം. ഇതൊക്കെ അക്കൗണ്ട് നമ്പറാണ്, യുണീക്കാണ് എല്ലാവർക്കും. ബ്രാഞ്ച് നെയിം കണ്ട, ബ്രാഞ്ച് നെയിം വന്ന് പെരിറിഡ്ജ് എന്ന് പറഞ്ഞാൽ 2 അടുത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് A102ക്കും A30Yക്കും ഒരേ ബ്രാഞ്ച് നെയിമാണ്. സോ അവിടെ യുണീക്നെസ് ഇല്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ ആ ഒരു യുണീക്നെസ് ടൂപ്പിൾസിന് വരുത്താനാണ് ഈ കീ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കീ യൂസ് ചെയ്ത് നമുക്ക് ടൂപ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. യുണീക്ലി ഐഡൻറ്റിഫൈ ദ ടൂപ്പിൾസ് ഓഫ് എ റിലേഷനിലെ ടൂപ്പിൾസിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കീ യൂസ് ചെയ്യുന്നത്. കീ ഇൻ റിലേഷൻ മോഡൽ ആ പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ, സൂപ്പർ കീ, ഫോറിൻ കീ. സോ നമുക്ക് മൊത്തത്തിൽ 4 കീസ് പഠിക്കാനുണ്ട് കീയിൽ. ഫസ്റ്റ് വൺ പ്രൈമറി കീ, ഞാൻ ഷോർട്ട് കട്ടിൽ എഴുതി തരാം. ഫസ്റ്റ് വൺ പ്രൈമറി കീ PK എന്ന് പറയാം. സെക്കൻഡ് വൺ കാൻഡിഡേറ്റ് കീ CK, തേർഡ് വൺ സൂപ്പർ കീ SK ആൻഡ് ഫോർത്ത് വൺ ഫോറിൻ കീ. ഓക്കെ, സോ നമുക്ക് എത്ര കീസ് ഉണ്ട്? 4 കീസാണുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് എന്തെന്ന് പ്രൈമറി കീ, സെക്കൻഡ് വൺ കാൻഡിഡേറ്റ് കീ, തേർഡ് വൺ സൂപ്പർ കീ ആൻഡ് ഫോർത്ത് വൺ ഫോറിൻ കീ. അങ്ങനെ 4 കീസാണ് നമുക്ക് കീസിൽ പഠിക്കാനുള്ളത്. കീ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും ഡീറ്റെയിൽ. സോ ഇപ്പോൾ നമ്മൾ ഇത്രയും ജസ്റ്റ് ഒരു റിലേഷണൽ ഡേറ്റാബേസ് എന്താണെന്ന് പഠിച്ചു. റിലേഷണൽ ഡേറ്റാബേസിലെ കമ്പോണൻസ്, അതായത് ആ റിലേഷനിലെ ആട്രിബ്യൂട്ട്സിൻ്റെ കാര്യം, ടൂപ്പിൾസിൻ്റെ കാര്യങ്ങളും പഠിച്ചു. ഇതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ കണ്ടൻറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.